ഗാസയിൽ മനുഷ്യക്കുരുതി തുടരുന്നു. കരയുദ്ധത്തിൽ ചോരക്കളമായി ഗാസ. ഹമാസ് നേതാക്കൾ എവിടെ ഒളിച്ചാലും ആക്രമിക്കുമെന്ന് നെതന്യാഹു. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജിത് രാജ്. ഇസ്രായേലിന്റെ മരണക്കുരുതി തുടരുകയാണ്. ഗാസയിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ആക്രമണം ശക്തമാക്കിയതോടെ കൂട്ടപലായനം നടത്തുകയാണ് പലസ്തീൻ. കരയുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ദിവസം 60ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പലസ്തീനികളെ വംശഹത്യ ചെയ്യുകയാണ് ഇസ്രായേൽ എന്ന് തുറന്നു പറയുന്നു. കരയുദ്ധം ആരംഭിച്ചുവെന്ന് എക്സിൽ ഗാസ മുനമ്പിലെ മാപ്പ് കൂടി പങ്കുവച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗാസ മുനമ്പിന്റെ വിവിധ ഭാഗങ്ങൾ വേർതിരിച്ച് സമ്പൂർണമായ സൈനിക നടപടി തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രമാണ് ഗാസ സിറ്റി. ഗാസ സിറ്റിയെ തുടച്ചു നീക്കുന്ന തരത്തിലുള്ള സൈനിക നീക്കം കൂടുതൽ അപകടകരവും വ്യത്യസ്തവുമായ ആക്രമണ ശൈലിയാണ്. ഇസ്രായേലിന്റെ ഈ സൈനിക നീക്കം ആഴ്ചകൾ മുൻപേ ആരംഭിച്ചിരുന്നു. ഗിഡിയോൺസ് ചാരിയറ്റ്സ് ബി എന്ന രഹസ്യ കോഡിലാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. സമ്പൂർണ്ണ കരയുദ്ധത്തിൽ നെതന്യാഹുവിന്റെ 10,000-കണക്കിന് സൈനികരടങ്ങുന്ന 2 ഡിവിഷനുകളാണ് ആക്രമണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമെങ്കിൽ ഗാസ സിറ്റി പൂർണ്ണമായി പിടിച്ചെടുക്കണമെന്ന് നെതന്യാഹുവിന് വ്യക്തമായി അറിയാം. IDFന്റെ നിയന്ത്രണത്തിലില്ലാത്ത സിറ്റിയാണ് ഗാസ സിറ്റി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരുന്നു. ഗാസ സിറ്റി വളഞ്ഞുള്ള അതിരൂക്ഷമായ കരയുദ്ധത്തിൽ അതികഠിന മാനുഷിക ദുരിതങ്ങൾക്കും മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും വഴിവെക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നു. വ്യാപക വ്യോമാക്രമണത്തിന് പിന്നാലെ ടാങ്കറുകൾ കൂട്ടത്തോടെ നഗരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഗാസ സിറ്റിയിലെ രൂക്ഷമായ കരയുദ്ധത്തിൽ നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തിയിരുന്നു. സാധാരണക്കാരുടെ കൊല്ലപ്പെടലിലും പരിക്കേൽക്കലിലും സംഘർഷം കാരണമായി. പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന പുറത്തു വന്നിട്ടുണ്ട്. അടിയന്തരവും അസാധാരണവുമായ ഇടപെടൽ വേണമെന്നാണ് അഭ്യർത്ഥന. നയതന്ത്ര ശ്രമങ്ങൾ അംഗീകരിക്കാനോ പരിഗണിക്കാനോ ഇസ്രായേൽ തയ്യാറാകുന്നില്ലെന്നും യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരെ രക്ഷിക്കാൻ ഇടപെടൽ വേണമെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. എന്നാൽ UN സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഈ റിപ്പോർട്ടിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അന്വേഷണ കമ്മീഷനെ പിരിച്ചുവിടണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഹമാസ് നൽകിയ വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും അത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കുരുതി മറ്റൊരു തലത്തിലേക്ക് വഴിമാറുകയാണ്. സമാധാന അന്തരീക്ഷം കണ്ടെത്താൻ ഒരു വഴിയും നൽകാതെയാണ് ഒരു നാടിനെ തകർത്തെറിയുന്നത്. ഇതിനൊപ്പം അല്പം ആശ്വാസം ലഭിക്കുന്ന സഹായ കേന്ദ്രങ്ങളും ആശുപത്രികളും നിലംപൊത്തുന്നു. ജനിച്ച നാടിനെ ഉപേക്ഷിച്ച് പോകുവാൻ സാധിക്കാത്തവർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവ പോലും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് യുദ്ധക്കെടുതി കടന്നുപോകുന്നത്. ഈ മാസം 9-നാണ് ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് മറ്റു രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി. ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഇനിയും ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേൽ ആക്രമണത്തെ നഗ്നവും വഞ്ചനാപരവും ഭീരുത്വപരവുമാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി വിശേഷിപ്പിച്ചു. ഇസ്രായേലിനെതിരെ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കാൻ തയ്യാറെടുക്കുകയാണ് അറബ് രാജ്യങ്ങൾ. എന്തായാലും പലസ്തീന്റെ തകർച്ചയ്ക്കായി അവസാനത്തെ ആണിയും തറയ്ക്കാൻ തീരുമാനിച്ചു തന്നെയാണ് നെതന്യാഹുവിന്റെ നീക്കം. നീണ്ടുനിന്ന യുദ്ധത്തിൽ സാമ്പത്തിക അസ്ഥിരതയും ലോകരാജ്യങ്ങളുടെ എതിർപ്പും ഇസ്രായേൽ നേരിടുന്നുണ്ട്. ഇതിനിടയിലും കൂട്ടക്കുരുതി തുടരുമ്പോൾ ഇസ്രായേൽ ഭീകരമായ ഒറ്റപ്പെടലിലേക്ക് മാറുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ഹമാസിനെതിരായുള്ള നീക്കത്തിൽ സാധാരണക്കാരായ നിരവധി ഗ്രാമീണരും പിഞ്ചുകുട്ടികളും പിടഞ്ഞു വീഴുകയാണ്. മനുഷ്യക്കുരുതി അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും ഇസ്രായേൽ തയ്യാറാകണം. യുദ്ധത്തിലൂടെ എന്ത് നേടാൻ, അഥവാ നേടിയാലും നഷ്ടപ്പെടൽ നമ്മുടെ ഭാഗത്തുമുണ്ടെന്ന ബോധവും ഉണ്ടാകേണ്ടതുണ്ട്. അകലെയുള്ള സമാധാനത്തിനായി കാത്തിരിക്കാം പ്രതീക്ഷയോടെ. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.